മൈഗ്രെയിൻ എന്ന വ്യക്തിയുടെ MRI സ്കാനിലോ CT സ്കാനിലോ അല്ലെങ്കിൽ ബ്ലഡ് റിപ്പോർട്ടിലോ യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കുകയില്ല. മൈഗ്രെയിൻ ഏത് പ്രായക്കാരിൽ വേണമെങ്കിലും മൈഗ്രെയിൻ വരാവുന്നതാണ്. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സേത്തി, SJ ഫാർമസി ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ, മുല്ലശ്ശേരി. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മൈഗ്രെയിൻ അഥവാ ചിന്നിക്കുത്ത് എന്ന ഒരു തലവേദനയെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തലവേദന അനുഭവിക്കാത്തവർ വളരെ വിരളമായിരിക്കും. പലതരത്തിലുള്ള തലവേദനകളുണ്ട്. ഒന്ന് ക്ലസ്റ്റർ ഹെഡേക്ക്, സൈനസ് ഹെഡേക്ക്, അതുപോലെ തന്നെ മൈഗ്രെയിൻ, തലയിലെ ഇഞ്ചുറി മൂലം അല്ലെങ്കിൽ തലയിലെ ഗ്രോത്ത്, സ്ട്രോക്ക് എന്നിവ മൂലമുണ്ടാകുന്ന ഹെഡേക്ക്, ചില മരുന്നുകളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ഹെഡേക്ക്, സ്ത്രീകളിലെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണമുണ്ടാകുന്ന ഹെഡേക്ക്, ഇതുപോലെ പലതരത്തിലുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മൈഗ്രെയിൻ എന്ന ഹെഡേക്ക്. അതിന് കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. കാരണം ഒരു മൈഗ്രെയിൻ ഉള്ള വ്യക്തി എനിക്ക് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ എനിക്കിത് മൈഗ്രെയിൻ വരുന്നുണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്ക് മൈഗ്രെയിൻ എന്ന വേദന വരുന്നതിന് മുമ്പ് തന്നെ ചില ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും. എന്താണ് മൈഗ്രെയിൻ? തീവ്രമായതും തലയുടെ ഒരു വശത്തോ അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റുമോ സ്പന്ദനത്തോടു കൂടിയ തീവ്രമായ വേദനയും ഒപ്പം ഓക്കാനം, ഛർദി, അതുപോലെ തന്നെ പുളിച്ചു തേട്ടൽ, ശബ്ദത്തോടും വെളിച്ചത്തോടുമുള്ള തീവ്രമായ സംവേദനക്ഷമതയോടും കൂടിയ ഒരു അവസ്ഥയാണ് മൈഗ്രെയിൻ. ഇത് പലപ്പോഴും 4 മണിക്കൂർ മുതൽ ആഴ്ചയിൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു വേദന കൂടിയാണ് മൈഗ്രെയിൻ. ഇത് എല്ലാ പ്രായത്തിലെ ആൾക്കാർക്കും വരാവുന്നതാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരിലും ഒപ്പം യൗവനത്തിൻ്റെ പ്രാരംഭ അവസ്ഥയിലുമാണ് മൈഗ്രെയിൻ കാണപ്പെടാറുള്ളത്. സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ മൈഗ്രെയിൻ എന്ന തലവേദന കാണപ്പെടാറുള്ളത്. അതിന് കാരണം അവരുടെ ശരീരത്തിലെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്. മൈഗ്രെയിൻ പലപ്പോഴും ദൈനംദിന ജീവിതത്തെ പോലും സാരമായി ബാധിക്കാറുണ്ട്. മൈഗ്രെയിൻ പലതരത്തിലുണ്ടെങ്കിലും പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഒന്ന് മൈഗ്രെയിൻ വിത്ത് ഓറ, മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. അതായത് തലവേദനയോടൊപ്പം കാഴ്ച മങ്ങുക, അതുപോലെ തന്നെ ഒരു പ്രഭാവലയം രൂപപ്പെടുന്ന പോലെ തോന്നുക, ഇതാണ് മൈഗ്രെയിൻ വിത്ത് ഓറ. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ മീൻസ് അതിൽ തലവേദന മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതേ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. എന്താണ് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഇത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. അതായത് പലർക്കും മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ മാനസിക സമ്മർദ്ദമായിരിക്കാം, ചിലപ്പോൾ ഭക്ഷണ രീതിയായിരിക്കാം, ചിലപ്പോൾ ചീസ്, ചോക്ലേറ്റ്, അതുപോലെ ചില പ്രോസസ്സ് ഫുഡുകളുടെ ഉപയോഗമായിരിക്കാം, ചിലപ്പോൾ അന്തരീക്ഷ മലിനീകരണമായിരിക്കാം, ചിലപ്പോൾ ദുർഗന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ തീവ്രമായ വെളിച്ചം, ശബ്ദം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഹോർമോണിലെ ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ നിർജ്ജലീകരണം, ഇങ്ങനത്തെ പലതുമാണ്. ഇതിനെയാണ് സാധാരണ മൈഗ്രെയിൻ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ ആദ്യമായി സ്വാധീനിക്കുന്ന നമ്മുടെ ദഹനാവസ്ഥയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിക്കാൻ ആവശ്യമായ അന്നരസങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസസ് ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയും തന്മൂലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാത്തതിൻ്റെ ഫലമായി
വയറിൽ ഗ്യാസ് ഫോമാവുകയും തുടർന്ന് തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തെ അത് സാരമായി ബാധിക്കുന്നു. തലച്ചോറിലെ രക്തക്കുഴലുകളുടെ സങ്കോച വികാസങ്ങളുടെ വ്യതിയാനം മൂലം തലച്ചോറിലെ കോശങ്ങളിൽ രൂപപ്പെടുന്ന താൽക്കാലിക നീർക്കെട്ടാണ് മൈഗ്രെയിന് കാരണമായി വരുന്നത്. മൈഗ്രെയിൻ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ പലപ്പോഴും അത് കണ്ണിൻ്റെ കാഴ്ചയെയും ചെവിയുടെ കേൾവിയെയും ബാധിക്കുന്നതാണ്. ചിലപ്പോൾ അത് പൂർണ്ണമായി നഷ്ടപ്പെടാനും അവസരമൊരുക്കും. തന്മൂലം ശരിയായ രീതിയിലുള്ള ചികിത്സ നേടേണ്ടത് ഓരോ മൈഗ്രെയിൻ അനുഭവിക്കുന്ന വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്ന് രീതിയാണ് ചികിത്സയിൽ ഉള്ളത്. അതായത് ആദ്യമായി ചെയ്യേണ്ടത് എന്ത് കാരണം മൂലമാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അതായത് ചിലപ്പോൾ മാനസിക സംഘർഷമായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണ രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയതായിരിക്കാം. അപ്പോൾ എന്ത് കാരണം മൂലമാണോ നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നത് അത് വ്യക്തമായി നോട്ട് ചെയ്യുകയും അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുകയും. ഇതാണ് ഫസ്റ്റ്. സെക്കൻഡായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ മൈഗ്രെയിൻ്റെ വേദനയുള്ള സമയത്ത് അനുഭവിക്കുന്നത്, അതിനുള്ള മരുന്നുകൾ തീർച്ചയായും കഴിക്കണം. മൂന്നാമത്തത് എങ്ങനെ മൈഗ്രെയിൻ വരുന്നതിനെ തടയാം. അതായത് മാനസിക സമ്മർദ്ദം മൂലമാണെങ്കിൽ ഒരു പരിധിവരെ യോഗയോ നടത്തം അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താം. ഭക്ഷണങ്ങൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പരമാവധി ശരിയായ രീതിയിലും അളവിലും സമയത്തും ഭക്ഷണം കഴിക്കുക. ശരിയായ അളവിൽ വെള്ളം കുടിക്കുക. ശരിയായ രീതിയിൽ ഉറങ്ങുക. ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ എന്ന രോഗം വരുന്നത് തടയാൻ സാധിക്കും. ആയുർവേദത്തിലൂടെ ലളിതമായ ചികിത്സാ രീതികളുടെയും ഭക്ഷണ ക്രമീകരണം, യോഗ എന്നിവയിലൂടെ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. മൈഗ്രെയിൻ്റെ തലവേദന മൂലം ബുദ്ധിമുട്ടുമ്പോൾ പലപ്പോഴും അവർക്ക് വയറിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതായത് വയറ് വീർത്തിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പുളിച്ചു തേട്ടുന്നൊരവസ്ഥ. ഈ അവസ്ഥയിൽ വയറിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ മല്ലി അല്ലെങ്കിൽ ജീരകം തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് നമ്മൾ സാമ്പാറിൽ ഉപയോഗിക്കുന്ന കറിക്കായം ഒരു നുള്ള് ചേർത്ത് ചൂടോടുകൂടി കഴിച്ചാൽ ആ വയറിലത്തെ ഗ്യാസ് ഒരു പരിധി വരെ പുറത്തു പോവുകയും അതുപോലെ തന്നെ തലവേദനയുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. സ്ഥിരമായി മൂക്കിൽ ക്ഷീരബലം 101 അല്ലെങ്കിൽ അണുതൈലം 2 തുള്ളി വീതം ഒഴിക്കുന്നത് തലവേദനയെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ശരിയായ രീതിയിലെ ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 3 നേരം കഴിക്കുന്ന ഭക്ഷണത്തെ 6 നേരമായി, അതായത് ചെറിയ അളവിൽ പലവട്ടം കഴിക്കുന്നത് മൂലം വയറിലെ ദഹനം ശരിയായ രീതിയിൽ നടക്കുകയും വയറിലെ ഗ്യാസ് ഉണ്ടാവുന്ന അവസ്ഥയെ തടയാനും സാധിക്കും. അതുപോലെ തന്നെ വയറെരിച്ചിൽ അതുപോലെ ബുദ്ധിമുട്ടുന്നവർ മല്ലി തിളപ്പിച്ച വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. എങ്ങനെ നമുക്ക് മൈഗ്രെയിൻ തടയാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ റിയോക്കറൻസ് എങ്ങനെ തടയാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ശരിയായ രീതിയിലും ശരിയായ അളവിലുമുള്ള ഭക്ഷണം കഴിക്കാം. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കഫിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. ഓവറായുള്ള എരിപുളി ചേർന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഉറങ്ങുക. പരമാവധി നേരത്തെ എഴുന്നേൽക്കുക. ഒപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക.
മൈഗ്രെയിൻ എന്ന തലവേദനയ്ക്ക് സ്പെസിഫിക്കായി യാതൊരുവിധ ടെസ്റ്റുകളും ഇല്ല. അതായത് മൈഗ്രെയിൻ എന്ന വ്യക്തിയുടെ MRI സ്കാനിലോ CT സ്കാനിലോ അല്ലെങ്കിൽ ബ്ലഡ് റിപ്പോർട്ടിലോ യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കുകയില്ല. എല്ലാതും അവരുടെ നോർമലായിരിക്കും.